കൊല്ലത്തൊക്കെ ഒരുപാട് ഖബറുകളാണ് ഉള്ളത്. ഖബർ വളരുന്നു എന്ന വ്യാജ പ്രചരണമാണ് അവർ നടത്താറുള്ളത്. എന്നാൽ എങ്ങനെ വളരുമെങ്കിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറല്ലേ വളരേണ്ടത്? മുഹമ്മദ് നബി മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്തമനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖബർ എന്തേ വളരാത്തത്? എന്തേ കൂട്ടരെ അറിയാത്തത്? മുസ്ലിയാക്കന്മാര് പറഞ്ഞു തരുന്നത് അപ്പടി അങ്ങ് വിഴുങ്ങുന്ന സ്വഭാവം മാറ്റിവെച്ചിട്ട് സംശയമുള്ള വിഷയങ്ങൾ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും അടക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞോ അതായിരിക്കണം നമ്മൾ പിൻപറ്റേണ്ടത്. ഇമാമിയങ്ങൾക്കും ഈ അഭിപ്രായമാണുള്ളത്. അവരൊക്കെ പറഞ്ഞത് ഇദാ സഹൽ ഹദീസ് വഹുവ മദ്ഹബി, സഹീഹായ ഹദീസാണ് എന്റെ മദ്ഹബ്. സഹീഹായ ഹദീസ് റസൂലുള്ള പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടാൽ അതിനെ അംഗീകരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാതെ അവരുടെ പിന്നാലെ പോവാൻ ഒരു ഇമാമിയങ്ങളും കൽപ്പിച്ചിട്ടില്ല, ആരും തന്നെ പറഞ്ഞിട്ടില്ല. മുസ്ലിയാക്കന്മാരുടെ അല്ലെങ്കിൽ പണ്ഡിത ചില പുരോഹിതന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിനെ വളച്ചു കെട്ടുന്ന സമ്പ്രദായമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അത്തരക്കാരെയൊക്കെ അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ അള്ളാഹു വരെ നശിപ്പിച്ചു കളയട്ടെ എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. അള്ളാഹുവിന്റെ ദീനിനെ വളച്ചൊടിക്കുകയും പ്രവാചകനെ കളവാക്കുകയും ഹദീസ് എന്ന പേരിൽ ദഈഫും സഹീഹും ഒന്നും തിരിച്ചറിയാൻ പോലും അറിയാത്ത പാവത്തുങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും വായിത്തോന്ന് പറഞ്ഞിട്ട് ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ നമ്മൾ തിരിച്ചറിയണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല. 10 കിതാബിൽ ഇമാം ഷാഫിഈയുടെ മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ 10 കിതാബിൽ എതിർക്കുന്നുണ്ട് ശക്തമായിട്ട്. അതുപോലെ നമ്മളെ പള്ളിയിൽ പഠിപ്പിക്കുന്ന 10 കിതാബിൽ അതിനകത്ത് ഇങ്ങനെ പ്രാർത്ഥന നമസ്കാരത്തിന് ശേഷം ആജീവാനന്ദ പഠിപ്പിക്കൽ, ആ സമ്പ്രദായം എക്കാലവും ജനങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദുആ ചെയ്യല്. അവരൊരു കാലത്തും പഠിക്കുന്നില്ല. അപ്പൊ അതിനെ സംബന്ധിച്ച് ആ കിതാബിൽ ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്. യുഫാരിഖുൽ ഇമാമു മുസല്ലാഹു അഖ്ബസ് സലാമി, സലാം വീട്ടിയാലിന് ഇമാം എന്ത് ചെയ്യണം? മുസല്ല വിട്ടു പോകണമെന്നാ പറയുന്നത്. ഇവർ ഇമാം ഷാഫിയുടെ ആളാണ് ഞങ്ങൾ എന്ന് വാദിക്കുകയും ഇമാം ഷാഫി പറഞ്ഞതിന് നേരെ വിരുദ്ധം കാണിക്കുകയും ചെയ്യുന്നു. ഇമാം ഷാഫിയെ അംഗീകരിക്കുന്നവരെ കള്ളന്മാരും കൊള്ളക്കാരും ദീനില്ലാത്തത് കൊണ്ടുവരുന്നവരുമെന്ന് സ്ഥാപിക്കുന്ന ഇത്തരം പണ്ഡിതന്മാരെ നമ്മൾ തിരിച്ചറിയണം. അവരെ ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير. നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു, അവനാകുന്നു ആധിപത്യം. അവനു പുറമെ ആരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അവർ ഒരു ഈന്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അവർ കേട്ടാലും നിങ്ങൾക്കവർ ഉത്തരം നൽകുന്നതല്ല. ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളിലാകട്ടെ നിങ്ങൾ അവരെ പങ്കാളികളാക്കിയതിനെ അവർ നിഷേധിക്കുന്നതുമാണ്. സൂക്ഷ്മജ്ഞാനമുള്ള അല്ലാഹുവെപ്പോലെ നിനക്ക് വിവരം തരാൻ ആരുമില്ല. മുഖാമുഖ നാടകത്തിനിടയിൽ ഏതാനും സാധാരണ പ്രവർത്തകരുടെ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ കുടുങ്ങിയ ഇവരുടെ വലിയ പണ്ഡിതൻ രക്ഷപ്പെടുന്നതിനായി കാണിക്കുന്ന കോപ്രായങ്ങൾ നിങ്ങളൊന്ന് കാണുക. ഞാനത് കാര്യം വിശദീകരിച്ചതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തന്റെ മുമ്പിലുള്ള സമൂഹം ചോദിച്ച ആ പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ വെള്ളത്തിൽ വെച്ചത്. എന്നാൽ ഉസ്താദ് കാര്യം ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞത് മൂസാ നബിയുടെ ആണല്ലോ. മൂസാ നബിയുടെ ചരിത്രം ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞല്ലോ. മൂസാ നബിയുടെ വഫാത്തിന് ശേഷം, മൂസാ നബിയുടെ മരണത്തിന് ശേഷം ആ സമൂഹം ഉണ്ടായിരുന്നല്ലോ, അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. മൂസാ നബിയുടെ മരണത്തിന് ശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവരുടെ സമൂഹം ബനി ഇസ്രായേൽ വർഗം ചോദിച്ച ഒന്ന് പറഞ്ഞു ഒരു കാര്യം, ഈ ആയത്ത് ലൈഫാണോ? ഇനി ഊതി ആയത്തുണ്ടല്ലോ, അത് ലൈഫാണോ? ആയത്ത് ലൈഫല്ല. ആയത്ത് ലൈഫാവോ? ആയത്തില്ല. എന്താ ഉസ്താദേ? ആയത്ത് ലൈഫില്ല. ആയത്ത് അതറിയില്ലേ? അല്ലാഹു അക്ബർ എഴുതുന്നത് ആയത്ത് ലൈഫില്ല എന്ന് പറയുമ്പോ ചോദ്യം ആയത്ത് ലൈഫാണോന്ന്. ഞാൻ ചോദിച്ചത് അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു തേട്ടത്തിന്റെ ഒരു ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ
ദുർബലമല്ല, ആയത്തിന്റെ കൂട്ടത്തിൽ ദുർബലം ഉണ്ടാവൂല, അതുകൊണ്ട് തെളിവാണ് ഞങ്ങൾ പറയുന്നത്. ഉസ്താദെ, ചോദിച്ചതിന് തെളിവല്ല, ഞാൻ ചോദിച്ച തേട്ടത്തിനുള്ള തെളിവല്ല. അപ്പോ ഇസ്തിസ്ഖാഹു ഖൗമുഹുവിന്റെ അർത്ഥം എന്ന് വെച്ചാട്ടെ, ഞാൻ അർത്ഥം വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിച്ചു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലുള്ള സമൂഹം ചോദിച്ച ചോദ്യത്തിനുള്ള ആ മറുപടിയാണ് ആ സമയത്ത് അവിടെ നടന്നത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു, മൂസാ നബിയുടെ സമൂഹം മൂസാ നബിയുടെ മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം ഇതുപോലെ ചോദിച്ച ഒരു ഉദാഹരണം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കും. ഇത് അല്ല, അള്ളാന്റെ വഫാത്തിന് ശേഷം ചോദിച്ച വല്ല സ്ഥലത്തുണ്ടോ? അള്ളാഹുവിന്റെ വഫാത്തോ? ആ, നിങ്ങളെ അനുസരിച്ച് അങ്ങനെ വേണ്ടേ? നിങ്ങളെ അങ്ങനെ വരണ്ടേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തൗഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആ ആയത്തിന്റെ അർത്ഥം അറിയുന്നവർക്ക് ഈ സദസ്സിൽ ഉള്ള എല്ലാവർക്കും അറിയുന്നു. ചോദ്യശരങ്ങൾക്ക് മുന്നിൽ പതറിയപ്പോൾ ഇദ്ദേഹത്തിന് വന്ന മാനുഷികമായ അബദ്ധമാണ് ഇതെന്ന് ധരിക്കേണ്ടതില്ല. തങ്ങളുടെ വികലവാദങ്ങൾ തെളിയിക്കുന്നതിനായി ഇവർ ഖുർആൻ സൂക്തങ്ങളിൽ വരെ വരുത്തിയ തിരുമറിയാണിത്. സൂറത്ത് നിസായിലെ 64-ാം വചനത്തിലെ വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂൽ അവർക്ക് വേണ്ടി മാപ്പിരക്കുകയും ചെയ്താൽ എന്നത് വസ്തഗ്ഫറ ലഹുമുർ റസൂല, റസൂലിനോടും പാപമോചനം തേടിയാൽ എന്നാക്കി തിരുത്തിയത് ശ്രദ്ധിക്കുക. എന്നാൽ ഇതേ വചനം മറ്റൊരു വാദം സ്ഥാപിക്കാനായി ഇതേ പുസ്തകത്തിൽ തന്നെ യഥാർത്ഥ രൂപത്തിലും അർത്ഥത്തിലും കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാപട്യത്തിന്റെ ഗുരുതര പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നൈമിഷിക ഫലങ്ങളുടെ പളപളപ്പിൽ എപ്പോഴെങ്കിലും ഇവർ ചിന്തിച്ചിട്ടുണ്ട്?